നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. വരുവാനുള്ള ഏലിയാവ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിന് 9 മുതൽ 13 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവർ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുത് എന്ന് കൽപ്പിച്ചു. ശിഷ്യന്മാർ അവനോട്, എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിനവൻ, ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനത്താക്കും. സത്യം, എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതുപോലെ എല്ലാം അവനോട് ചെയ്തു. അവിടുന്ന് മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്നുത്തരം പറഞ്ഞു. അവൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അവരോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു. കർത്താവായ യേശുക്രിസ്തു ശിഷ്യരോടൊത്ത് മറുമലയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഏലിയാവും മോശയും പ്രത്യക്ഷപ്പെട്ടു. അത് ഒരാത്മീയ സത്യം പഠിപ്പിക്കാനായിരുന്നു. കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ ദൈവരാജ്യത്തിൽ മോശയെപ്പോലെ ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവർ ഉയർക്കും. ഏലിയാവിനെ പോലെ മരിക്കാതെ സ്വർഗ്ഗാരോഹണം ചെയ്ത ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ തേജസ്കരണം പ്രാപിക്കും. എല്ലാവരും യേശുവിനെ പോലെ ആകും, ജ്ഞാനം വർദ്ധിക്കും. ഇതൊക്കെ പഠിപ്പിക്കാനായിരുന്നു യേശു അങ്ങനെ ചെയ്തത്. മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ദർശനം നിങ്ങൾ ഇപ്പോഴാരോടും പറയണ്ട. ഞാൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. അത് കഴിഞ്ഞ് പറഞ്ഞാൽ മതി. മരിച്ചവരിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് അവർ ഗ്രഹിച്ചില്ല. എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവരതിനെക്കുറിച്ച് ചോദിച്ചുമില്ല. യേശു മരിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് ഇതിനു മുമ്പ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിൽ ഒരടയാളം ചോദിച്ചു വന്ന പരീശന്മാരോടും സദൂക്യരോടും, യോനയുടെ അടയാളമല്ല നിങ്ങൾ ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റ് 3 രാവും 3 പോലെ ഇന്നോലെ മനുഷ്യപുത്രൻ ഇരിക്കേണ്ടതാകുന്നു എന്നിവർ കേൾക്കെ പറഞ്ഞതാണ്. പക്ഷേ അവരത് ഉൾക്കൊണ്ടില്ല. കാരണം യേശു മെസ്സിഹയാണ്, മെസ്സിഹ മഹാരാജാവാണ്, ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്നവനാണ്. അതിന് തക്ക അടയാളങ്ങളൊക്കെയാണ് യേശു ചെയ്തതെല്ലാം. തീർച്ചയായിട്ടും ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുവാൻ, യെരുശലേം ആസ്ഥാനമാക്കി ദൈവരാജ്യം സ്ഥാപിക്കാൻ തനിക്ക് യോഗ്യതയുണ്ടെന്ന് യേശു ഇതിനോടകം തെളിയിക്കുകയായിരുന്നു എന്നാണ് അവർ ചിന്തിച്ചത്. അതുകൊണ്ട് ഒട്ടും താമസിയാതെ ദൈവരാജ്യം യാഥാർത്ഥ്യമാകും, യേശു ദൈവരാജ്യത്തിലെ രാജാവാകും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. തന്നെയല്ല, ഈ ശിഷ്യന്മാർക്കും അന്ന് പദവികൾ ലഭിക്കും എന്നൊക്കെ അവർ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു പറയുന്നത്, ഞാൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ഇത് നിങ്ങൾ ആരോടും പറയണ്ട. പക്ഷേ അവർക്ക് അതിനെക്കുറിച്ചല്ല. കാരണം അവര് ആ മുൻവിധിയിൽ ഉറച്ചിരിക്കുകയാണ്. യേശു ദൈവരാജ്യം സ്ഥാപിക്കുമെന്നുള്ള മുൻവിധിയിൽ അവരിങ്ങനെ ഉറച്ചിരിക്കുകയാണ്. യേശു ഓരോ അത്ഭുതം ചെയ്യുമ്പോഴും അവരുടെ ആ പ്രത്യാശ വർദ്ധിക്കുകയാണ്. ഇത് മശിഹ തന്നെ, ഇത് ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന മശിഹ ക്രിസ്തു തന്നെ എന്ന് അവർ ഉറച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ മരിക്കും, ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. അവർക്ക് മനസ്സിലാകാത്ത പലതും യേശു പറഞ്ഞല്ലോ. ഞാൻ ജീവൻ്റെ അപ്പമാണ്, നിങ്ങൾ എന്നെ തിന്നണം, എൻ്റെ മാംസം നല്ല ഭക്ഷണമാണ്, എൻ്റെ രക്തം നല്ല പാനീയമാണെന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് പോലും അവർ ചോദിച്ചില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? അതുപോലെ അതിനൊക്കെ എന്തോ അർത്ഥം കാണും എന്ന് മാത്രം ചിന്തിച്ചു. പക്ഷെ അവര് ഒരു കാര്യം യേശുവിനോട് ചോദിക്കുകയാണ്, മറുമലയിൽ ഇപ്പോൾ ഏലിയാവ് വന്നു. അതാണോ ഈ പഴയ നിയമത്തിൽ എഴുതിയിട്ടുള്ളത്? മലാഖിയുടെ പ്രവചന അവസാനത്തെ അധ്യായത്തിൽ ഏലിയാവ് വന്ന് സകലതും യഥാസ്ഥാനത്താക്കും, അപ്പന്മാരുടെ ഹൃദയം മക്കളോടും
വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ച് ദൈവത്തിനായി ഒരുക്കമുള്ള ഒരു ജനതയെ ഒരുക്കും എന്ന് എഴുതിയിട്ടുള്ളത് എന്താണ്? പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ പറയുന്നത് ഏലിയാവ് വരുമെന്നാണല്ലോ. അപ്പോൾ അത് അവർ ചോദിച്ചു. കാരണം ഏലിയാവിനെ അവർ കണ്ടതുകൊണ്ടാണ് ചോദിച്ചത്. മലാഖിയിൽ എഴുതിയിട്ടുള്ളത് ഈ സംഭവമാണോ എന്ന് ആണ് അവർ ചോദിച്ചത്. യേശു പറഞ്ഞു, ഏലിയാവ് വരും എന്നുള്ളത് വളരെ ശരിയാണ്. പരീശന്മാരും ശാസ്ത്രിമാരും പറയുന്ന കാര്യം ശരിയാണ്. പക്ഷെ ഏലിയാവ് വന്ന് സകല യഥാസ്ഥാനത്താക്കും. മശീഹയ്ക്ക് ഏലിയാവ് വഴിയൊരുക്കും. യെശയ്യാവിൻ്റെ പ്രവചനത്തിലുണ്ട്, മരുഭൂമിയിൽ ഒരുത്തൻ വിളിച്ചു പറയുന്നു, അവൻ വന്ന് വളഞ്ഞത് ഒക്കെ നേരെയാക്കും, ചൊവ്വാക്കും, നേർപാത, അതായത് ദൈവത്തിങ്കിലേക്ക് അവന് വഴിതെളിക്കും എന്നാണ് യെശയ്യാവിൽ എഴുതിയിട്ടുള്ളത്. മലാഖിയിലും എഴുതിയിട്ടുള്ളത്, അവൻ വന്ന് അപ്പന്മാരുടെ ഹൃദയം മക്കളോടും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിക്കും. ആളുകളെ പാപത്തെ ഉപേക്ഷിച്ച്, മതത്തെ, അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തെ എതിരേൽക്കാനായിട്ട് ഒരുക്കും എന്നായിരുന്നു മലാഖി എഴുതിയത്. യേശു പറയുകയാണ്, ഏലിയാവ് വന്നു, പക്ഷേ യഹൂദന്മാർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ എല്ലാം അവനോട് ചെയ്തു. ശരിയാണ്, യോഹന്നാനെ ആദ്യം തടവിലാക്കി, അത് കഴിഞ്ഞ് യോഹന്നാൻ്റെ തലവെട്ടി കളഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നീതിയും വിശുദ്ധിയുമുള്ള ജ്വലിച്ച് പ്രകാശിച്ച വിളക്കായിരുന്ന യോഹന്നാനോട് അതിനീചമായി ആണ് അവർ പെരുമാറിയത്. സ്ത്രീകളും ജനിച്ച ഒരു യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന് പറഞ്ഞാൽ യോഹന്നാൻ അക്കാലത്ത് ജീവിച്ചിരുന്ന ആളുകളിൽ ഏറ്റവും പവിത്രമായി ജീവിച്ച ആളായിരുന്നു എന്നാണ്. പവിത്രമായി ജീവിച്ചിരുന്ന ഒരാൾക്ക് കൊടുക്കേണ്ട ആദരവ് അവർ കൊടുത്തില്ല. പകരം അവർ ആ യോഹന്നാനെ പീഡിപ്പിക്കുകയാണ് ഉണ്ടായത്, കൊല്ലുകയാണ് ഉണ്ടായത്. യേശു അത് പറഞ്ഞിട്ട് തുടർന്ന് പറഞ്ഞു, മനുഷ്യപുത്രനും അവരാൽ ഏറിയൊന്ന് സഹിക്കേണ്ടതായിരുന്നു. ഔവണ്ണം മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞ് അവർക്ക് മനസ്സിലായി എന്നവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ യേശു അവരാൽ കഷ്ടപ്പെടും എന്നുള്ളത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം യേശു എന്തെല്ലാം അത്ഭുതങ്ങൾ ഇതിനോടൊപ്പം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഒരു വാക്ക് യേശു കൽപ്പിച്ചാൽ 2000 പന്നികൾ യേശുവിൻ്റെ ഒരു വാക്കിൽ കടലിലേക്ക് ചാടി ചത്തത് അവർ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് യേശുവിനെ പിടിക്കാൻ അല്ലെ ഉപദ്രവിക്കാൻ ഒരിക്കലും യഹൂദന്മാർക്ക് അല്ലെങ്കിൽ റോമാ പടയാളികൾക്ക് സാധിക്കുകയില്ല എന്ന് ഇതിനോടകം ശിഷ്യന്മാർ ഉറച്ചു കഴിഞ്ഞിരുന്നു. അതുപോലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് യേശു ചെയ്തത്. പക്ഷേ ഏറിയൊന്ന് യോഹന്നാൻ സ്നാപകൻ സഹിച്ചതുപോലെ താനും സഹിക്കേണ്ടി വരുമെന്ന് പറയുന്നത് എന്താണെന്ന് അവർ ചോദിച്ചില്ല. കാരണം അവർക്ക് ചില മുൻവിധികൾ ഉണ്ടായിരുന്നു. ഇന്നും പ്രിയപ്പെട്ടവരെ, ലോകത്തെമ്പാടും സുവിശേഷം അറിയിക്കുകയാണ്, യേശുവല്ലാതെ രക്ഷിതാവില്ല, യേശുവാണ് പാപികൾക്ക് വേണ്ടി മരിച്ചത്, നരകമേറ്റത്, യേശുവാണ് മനുഷ്യൻ്റെ കടം കൊടുത്ത് തീർത്തത്, യേശുവാണ് ചോര ചിന്തിയത്, യേശുവാണ് വീണ്ടെടുപ്പ് വില കൊടുത്തത്, യേശുവിൻ്റെ കയ്യിലാണ് നമ്മുടെ രക്ഷ, യേശു മാത്രമാണ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത്, യേശുവാണ് ഏകവഴി, മധ്യസ്ഥൻ, ഇടയൻ, വഴികാട്ടി, യേശുവാണ് രക്ഷിതാവ് എന്ന് ഏതെല്ലാം മാധ്യമത്തിലൂടെ ആരെല്ലാം എത്ര ശബ്ദമുയർത്തി ശബ്ദം താത്തി കരഞ്ഞുകൂവി പറഞ്ഞാലും ആളുകൾക്കൊരു മുൻവിധിയുണ്ട്. എൻ്റെ ഭക്തിയുണ്ട്, എൻ്റെ പ്രാർത്ഥന കൊണ്ട്, എൻ്റെ നല്ല ജീവിതം കൊണ്ട്, എൻ്റെ പശ്ചാത്താപം കൊണ്ട്, എൻ്റെ പരോപകാരം കൊണ്ട്, എൻ്റെ വഴിപാടുകൾ കൊണ്ട്, എൻ്റെ നേർച്ചകാഴ്ച കൊണ്ട്, എൻ്റെ തീർത്ഥയാത്ര കൊണ്ട്, എൻ്റെ നല്ല ജീവിതം കൊണ്ട്, എൻ്റെ പരിശ്രമം കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ എത്താൻ കഴിയും. വല്ല പോരായ്മ അതിനുണ്ടെങ്കിൽ ഉണ്ടല്ലോ മഹാപുരോഹിതന്മാർ ആ പോരായ്മകളൊക്കെ നീക്കാൻ. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും 3 തരമാണെന്ന് പറഞ്ഞാണ് ആളുകൾ ഇരിക്കുന്നത്. അതാണ് മുൻവിധി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് പീഡയേൽക്കാൻ, നമ്മുടെ നരകമേൽക്കാൻ, നമ്മുടെ കൂടെ കടം കൊടുത്ത് തീർക്കാൻ ആണ് വന്നത്. ആ യേശുവാണ് ഏകരക്ഷിതാവ്. യേശു ശിക്ഷിക്കപ്പെട്ടതിനാൽ യേശുവാണ് രക്ഷിതാവ്. യേശുവത്ത് ജീവിക്കുന്നതിനാൽ യേശുവാണ് രക്ഷിതാവ്. ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച യേശുവിനെ അനുസരിച്ച്
യേശുവിൻ്റെ വചനങ്ങൾ പ്രമാണിച്ച് യേശുവിൻ്റെ ശിഷ്യരായിട്ട് അവനെ അനുഗമിക്കുവാൻ, അവൻ്റെ മണവാട്ടിയാകാൻ, കാന്തയാകാൻ, അവൻ്റെ സഭയാകാൻ ദൈവം എവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.